ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ബയോളജി എക്സാമിൻ്റെയൊക്കെ അടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു കുഞ്ഞു സമയം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് 15 മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കാരണവശാലും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാതിരിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആരാണ്? ഫിഗർ ഓഫ് ഹ്യൂമൻ ടൂത്ത് ഇസ് ഗിവൺ. നമ്മളോട് ഈ ഡയഗ്രാം അങ്ങനെ തന്നെ എടുത്ത് വരയ്ക്കണം. എന്നിട്ട് നമ്മുടെ പല്ലിലെ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്, അതേപോലെ തന്നെ ഹാർഡസ്റ്റ് പാർട്ട് ഏതാണ്, ഈ കാര്യങ്ങളാണ് അടയാളപ്പെടുത്താൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ പല്ലൊന്ന് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ പല്ല് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ പല്ലിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ പല്ലിരിക്കുന്നത്. ഓക്കെ, പല്ലിന് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗമൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിതാ ഇങ്ങനൊരു സാധനമുണ്ട്. ഓക്കെ, ഇനി പല്ലിനെ നമ്മുടെ മോണയുടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഉറപ്പിച്ച് നിർത്തണം അല്ലേ. അങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരാളുണ്ട്. ഏകദേശം ഉള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്നിട്ട് പേരും കൊടുക്കാം, ടൂത്ത്, പല്ല്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ, നമ്മുടെ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയതും അതേപോലെ തന്നെ കുറേ രക്തക്കുഴലുകളൊക്കെ കാണപ്പെടുന്നതാണ് ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി. നമ്മൾ മലയാളത്തിൽ ഇതിനെ പൾപ്പ് ക്യാവിറ്റി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുറേ രക്തക്കുഴലുകളൊക്കെ ഉള്ളത്. ഓക്കെ, സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയ ലിവിങ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ് ഇത്. ഇനി അടുത്തത് നോക്കിക്കേ, കടുപ്പമേറിയ ഭാഗം അല്ലെ ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംശയമുള്ള നമ്മുടെ ഈ ഒരു ഇനാമലാണ് നമ്മുടെ പല്ലിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ കടുപ്പമേറിയ ഭാഗം. അത് കഴിഞ്ഞിട്ട് അത് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല മിസ് ഇവിടെ പറയുകയാണ്, ഇതാണ് നമ്മുടെ ഡെൻറ്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭാഗം കൊണ്ടാണ്. പല്ലിനെ പിന്നെ നമ്മുടെ മോണയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു കണക്റ്റീവ് ടിഷ്യൂ, അതാണ് സിമെൻറ്റ്. അപ്പോൾ നമ്മളോട് എക്സാമിന് അടയാളപ്പെടുത്താൻ പറഞ്ഞത് ഇത് എയും ഇത് ബിയും ആണ്. സിമ്പിൾ അല്ലേ, വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം ഇതെപ്പോഴും ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാൻ പറ്റും. ഐഡൻറ്റിഫൈ ദ ഫിഗർ. ഇത് ഏതാ മക്കൾ ഈ ഫിഗർ? നമ്മുടെ ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ വില്ലസ് ആണല്ലേ, വില്ലസ്. ഇനി അടുത്തത് എന്താ, വാട്ട് ഇസ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈ നടുവിലൂടെ പോകുന്ന ഈ സാധനമാണ് നമുക്കിവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേതാണ്? ഇത് നമ്മളുടെ ലാക്ടിയൽ ആണ് അല്ലേ, ലാക്ടിയൽ ആണ്. ഇനി വിച്ച് ആർ ദ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ത്രൂ എക്സ്. എക്സിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റി ആസിഡും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഏതാണ്, ഗ്ലിസറോളും ഉണ്ട്. അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് നമ്മുടെ എക്സിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്ന ന്യൂട്രിയൻസ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവിടെ 2 വ്യക്തികളുടെ രക്തസമ്മർദ്ദം തന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 120, മറ്റേത് 80. ഓക്കെ, 120ഉം 80ഉം. വേറൊരാളുടേത് 200ഉം, അതേപോലെ ഇത് എത്രയാ, ഇതൊരു 110 എടുക്കാം, 110. വേറൊരാളുടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90, അതേപോലെ തന്നെ ഇത് എത്രയാണ്, ഒരു 50 എടുക്കാം നമുക്ക് അല്ലേ. ഇങ്ങനെയാണുള്ളത് ഓരോ വ്യക്തികളുടെ. സിസ്റ്റോളിക് പ്രഷറാണ് ആദ്യത്തേത്, രണ്ടാമത്തേത് ഡയസ്റ്റോളിക് പ്രഷറാണ്. വിച്ച് പേഴ്സൺ ഹാസ് ദ ഡിസയേർഡ് റേറ്റ് ഓഫ് ബ്ലഡ് പ്രഷർ. ഇതിൽ ആർക്കാണ് ഏറ്റവും കറക്റ്റ് രക്തസമ്മർദ്ദം നോക്കിയാൽ 120ഉം 80ഉം ആണ് നമ്മളുടെ കറക്റ്റ്. സിസ്റ്റോളിക് പ്രഷർ അല്ലെ, സിസ്റ്റോളിക് മർദ്ദം 120ഉം ഡയസ്റ്റോളിക് പ്രഷർ 80ഉം. അപ്പോൾ നമുക്ക് ആരുടെ പറയാം, എ എന്ന വ്യക്തിക്കാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ ഉള്ളത്. വാട്ട് ആർ ദ ഡിസീസ് കണ്ടീഷൻ ഇൻ അതർ 2 പേഴ്സൺസ്. മറ്റുള്ള 2 വ്യക്തികളിലുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇയാളുടെ നോക്കിക്കഴിഞ്ഞാൽ 200ഉം 110ഉം, 120ഉം 80ന് പകരം കൂടുതലാണ്. അതായത് ബിക്ക് എന്താണ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദമാണ്. ഓക്കെ, ആൻഡ് അടുത്ത ആൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ലോ ബ്ലഡ് പ്രഷറാണ്, രക്തസമ്മർദ്ദം കുറവാണ്, ലോ BP. ഓക്കെ, ലോ ബ്ലഡ് പ്രഷറാണ്. അപ്പോൾ ബിക്ക് കൂടുതലും സിക്ക് കുറവുമാണ്. ഇനി അടുത്തത് നോക്കിയാലോ, വാട്ട് ആർ ദ ഹെൽത്ത് ഹാബിറ്റ്സ് ദാറ്റ് ഷുഡ് ബി പ്രാക്ടീസ് ടു മെയിൻറ്റെയിൻ ഒരു ഡിസയേർഡ് ബ്ലഡ് പ്രഷർ. രക്തസമ്മർദ്ദം കറക്റ്റായിട്ട് ഈ 120, 80 ആണ് നമ്മളുടെ ഡിസയേർഡ് റേറ്റ് അല്ലേ. സിസ്റ്റോളിക് പ്രഷർ 120ഉം ഡയസ്റ്റോളിക് പ്രഷർ 80ഉം. ഇത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പറയാം, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എക്സസൈസ് ചെയ്യണം, വ്യായാമം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത് നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ്, അതായത് സ്മോക്കിങ്, അതേപോലെ തന്നെ ഡ്രിങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് സ്മോക്കിംഗ്, അതേപോലെ തന്നെ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കണമല്ല, ആൽക്കഹോൾ.
മൂന്നാമതായിട്ട് എന്താണ്, നമ്മൾ അവോയ്ഡ് ചെയ്യണം ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഫാറ്റി ഫുഡ്, പിന്നെ എന്ത് ചെയ്യണം, കൺസംഷൻ ഓഫ് ഫാറ്റ് കൺട്രോൾ, കൺസംഷൻ ഓഫ് സോൾട്ട്, അതേപോലെ തന്നെ ഫാറ്റ് കൺട്രോൾ ചെയ്യണം. ഫാറ്റ് കൺട്രോൾ ചെയ്യണം. ഉപ്പിൻ്റെയും അതേപോലെ തന്നെ ഒത്തിരി കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഈ രീതിയിൽ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് പൾമണറി പര്യനത്തിൻ്റെ ഫ്ലോ ചാർട്ടാണ് തന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുക മക്കളെ? ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സർക്കുലേഷനിൽ എന്താ തന്നിരിക്കുന്നത്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ റൈറ്റ് വെൻട്രിക്കിളിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സർക്കുലേഷൻസും വെൻട്രിക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടെ അവസാനിക്കണം, ഓപ്പോസിറ്റ് ഒരു ആരോ മാർക്ക് ഇട്ടാൽ മതി, അത് ലെഫ്റ്റ് ഏട്രിയത്തിലാണ് അവസാനിക്കേണ്ടത്. അപ്പോൾ അടുത്തതോ, അപ്പോൾ ഇത് പൾമണറി ആണെന്നാണ് പറഞ്ഞത്. അപ്പം മറ്റേത് എന്തായിരിക്കും, സിസ്റ്റമിക് ആയിരിക്കും. ഇതെന്താ ഇത്ര വലുത്, വലിച്ചപ്പോൾ വലുതായി പോയതാണേ. അടുത്തത് ഏതാണ്, അപ്പോൾ അടുത്തത് എന്തായിരിക്കും, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് എവിടെ അവസാനിക്കണം, റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നേരെ ആരോ മാർക്ക് ഇട്ട് വെച്ചാൽ പോരാ. ഇവിടുന്ന് ഏത് ബ്ലഡ് വെസലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് എവിടേക്കാണ് പോകുന്നത്, ഇവിടുന്ന് ആരാണ് ഇതിനെവിടെ എത്തിക്കുന്നത്, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തിരിച്ചും ഇവിടുന്ന് ഏത് ബ്ലഡ് വെസലാണ് പുറത്ത് പോകുന്നത്, ഇത് എവിടേക്കാണ് പോകുന്നത്, അത് ആര് വഴിയാണ് ഇവിടെ എത്തുന്നത്, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നത് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനിയാണ് അല്ലേ. പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനിയാണ്. അത് പൾമണറി വെയിൻ എവിടെ എത്തിക്കും, ലെഫ്റ്റ് ഏട്രിയം അല്ലെങ്കിൽ ഇടത് ഏട്രിയത്തിൽ എത്തിക്കും. റെഡി? ഇനി നമ്മളത് അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു കാപ്പിലറീസ്. ലോമികകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാൽവ്സ് ആർ പ്രസന്റ് അല്ല ആബ്സെന്റ്, കറക്റ്റാണ്. ലോമികൾക്ക് വാൽവ്സ് ഇല്ല. വാൽവ്സ് പ്രസന്റ്, അത് വെയിൻ അല്ലെങ്കിൽ സിരയ്ക്കാണ് വാൽവ് ഉള്ളത്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ, ഉയർന്ന മർദ്ദത്തിൽ രക്തം ഒഴുകുന്നത് ആർക്കാണ്, ആർട്ടറി അല്ലെങ്കിൽ ധമനിക്കാണ്, നമ്മുടെ അല്ല. തിക്ക് വാൾ ആർട്ടറിക്കാണ്. ഗെയിൻ പോഴ്സ് പ്രസന്റ് ഓൺ ദ വാൾസ്, അത് ആരുടെ ആണ്, ലോമികയുടെ ആണ്. അപ്പോൾ ഇതിൽ ലോമിക അല്ലെ കാപ്പിലറിൻ്റെ പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, എയും ഇയും. ഇനി നമ്മളത് ലാസ്റ്റ് ചോദ്യത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഹൃദയത്തിലൂടെയുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന വാൽവുകൾ കാണിക്കുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. എക്സ് വൈ എന്നീ വാൽവുകൾ ഏത്? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സൈഡിലാണ് എക്സ്, ഈ സൈഡിലാണ് വൈ അല്ലേ. നമ്മുടെ ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവാണ്. അപ്പം നമുക്ക് എക്സ് ഏതാണ്, എക്സ് ഏതാണ്, നമ്മുടെ ട്രൈകസ്പിഡ് വാൽവാണ്. ട്രൈകസ്പിഡ് വാൽവാണ്. ആൻഡ് വൈ ആണെങ്കിലോ ബൈകസ്പിഡ് വാൽവാണ്. ബൈകസ്പിഡ് വാൽവാണ്. ഇനി അടുത്ത എന്താ മക്കളെ, ശ്വാസകോശ ധമനി വാൽവ്, മഹാധമനി വാൽവ് എന്നിവയുടെ ഏതെങ്കിലും ഓരോ ധർമ്മം. പൾമണറി ആർട്ടറി വാൽവും അയോട്ടിക് വാൽവിൻ്റെയും ധർമ്മം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദാ ഇവിടെയാണ് നമ്മളുടെ ആരുള്ളത്, പൾമണറി ആർട്ടറി വാൽവ് ഉള്ളത്. ഇവിടെയാണ് നമ്മളുടെ ഏതുള്ളത്, അയോട്ടിക് വാൽവ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ധർമ്മം എന്തായിരിക്കും, പൾമണറി ആർട്ടറി വാൽവ് ഇവിടുന്ന് തിരികെയുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് തടയുന്നു, അയോട്ടിക് വാൽവ് ഇവിടുന്ന് തിരികെയുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് തടയുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും, പൾമണറി ആർട്ടറി വാൽവ് ആണെങ്കിൽ പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്, പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് എവിടുന്ന് എങ്ങോട്ടേക്കാണ്, ഫ്രം ഇത് പൾമണറി ആർട്ടറി അല്ലേ, പൾമണറി ആർട്ടറി, ഫ്രം പൾമണറി ആർട്ടറി ടു റൈറ്റ് വെൻട്രിക്കിൾ. പൾമണറി ആർട്ടറിയിൽ നിന്ന്, ശ്വാസകോശ ധമനിയിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് രക്തം തിരികെ ഒഴുകുന്നത് തടയുന്നു. ഇതാണെങ്കിലോ, ഇത് നമുക്ക് എന്തെഴുതാം, പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് അല്ലേ. ഇതാണെങ്കിൽ അയോട്ടിക് വാൽവ് ആണ് അല്ലേ, അയോട്ടിക് വാൽവ്. അയോട്ടിക് വാൽവ് അയോട്ടിക് വാൽവ് ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം അയോട്ട മഹാധമനി ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്, അയോട്ടയിൽ നിന്ന്, മഹാധമനിയിൽ നിന്ന് ലെഫ്റ്റ് ഇടത് വെൻട്രിക്കിളിലേക്ക് രക്തം ഒഴുകുന്നത് തടയുന്നു. സിമ്പിൾ. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര മാർക്സ് കിട്ടി, 15 മാർക്സ് ഉറപ്പിച്ചു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ, സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. നമ്മുടെ കിഡ്നിയുടെ, വൃക്കകളുടെ ഘടനാപരവും ധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന യൂണിറ്റിനെ എന്താണ് പറയുക, യൂണിറ്റ് ഓഫ് കിഡ്നി.
ഓക്കെ, സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്താണ് എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ അതും പറയാം. താങ്ക് യു സോ മച്ച്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതേപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.